ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ വീഡിയോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓണം ഓൺ ദ വേ ആണല്ലോ, അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വാച്ച്. സോ ഞാൻ ഇപ്പോൾ ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ സ്കിൻ കെയർസും ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 1. ബേസിന് മുന്നേ നമ്മളുടെ സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്ന സ്റ്റേജാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 കടക്കാം, ബേസ് മേക്കപ്പിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രൈമർ യൂസ് ചെയ്യാണ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് പ്രൈമർ ഉണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ പ്രൈമറാണ്. ഇത് ഒരു മാറ്റിഫൈങ് പ്രൈമറാണ്. ഇത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ്. നിങ്ങളുടെ പോസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൈമേഴ്സാണ്. സോ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈമേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന, നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലർ ചെയ്യുന്ന പ്രൈമർ യൂസ് ചെയ്യാം. സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ യൂസ് ചെയ്യാം. അതേപോലെ എന്തിൻ്റെ ആവശ്യത്തിനുള്ളതാണോ നിങ്ങളുടെ ഫേസിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രൈമേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തരത്തിലുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ മിനിമൈസിങ് പ്രൈമേഴ്സ് പോസ് ഉള്ള ഭാഗങ്ങളിൽ മാത്രം, ബാക്കി പ്രൈമർ സ്മൂത്തനിങ് പ്രൈമേഴ്സ് സ്മൂത്തൻ ആവേണ്ട ഭാഗങ്ങളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ നൈക്കയുടെ ഫേസ് പ്രൈമർ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സിലിക്കോൺ ബേസ് പ്രൈമറാണ് ഇത് വരുന്നത്. സിലിക്കോൺ ബേസ് പ്രൈമറാണ്. അപ്പോൾ പോസും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാം. പോസൊക്കെ ഫില്ലാവാനും അവിടെ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തു. വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ്, ദെൻ വിൽ അപ്ലൈ ഫൗണ്ടേഷൻ. സോ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇത് ചാർമസി മിലാനോയുടെ ഫൗണ്ടേഷൻ ആണ് വരുന്നത്. സോ CMC മെയ്ഡ് ഫൗണ്ടേഷൻ. ഇതൊക്കെ ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഇതിന് 1000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ടിറയിൽ എപ്പോഴും ഓഫറിലുണ്ടാവും. ബാക്കി എവിടെയും അത്ര ഓഫർ ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ബ്രഷാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇറ്റ്സ് ലൈക്ക് റെയർ ബ്യൂട്ടി ഫൗണ്ടേഷൻ ബ്രഷ്. നമുക്ക് ആവശ്യമുള്ള ഫൗണ്ടേഷന് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ആവാനും പാടില്ല, ഭയങ്കര ഡാർക്ക് ആവാനും പാടില്ല. സോ നിങ്ങളുടെ ഷെയ്ഡിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ എടുക്കാൻ ശ്രമിക്കുക. ലൈറ്റ് ആയാൽ ആഷി ആവാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് നിങ്ങൾക്ക് ഡാർക്ക്നെസ്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉള്ളവരാണെങ്കിൽ കളർ കറക്റ്റ് ചെയ്യാനും ശ്രമിക്കണം. സോ ഞാൻ കണ്ണിൻ്റെ അടിയിലൊന്നും ഇപ്പോൾ അപ്ലൈ ചെയ്തില്ല. കണ്ണിൻ്റെ അടിയിൽ എനിക്ക് കളർ കറക്ഷൻ ചെയ്യാനുണ്ട്. സോ കളർ കറക്ഷന് വേണ്ടിയിട്ട് ഞാൻ പീച്ചാണ് സാധാരണ യൂസ് ചെയ്യൽ. ഓറഞ്ച് യൂസ് ചെയ്താൽ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഓറഞ്ചിഷ്, നമ്മൾ കൺസീലർ യൂസ് ചെയ്താലും ആ ഓറഞ്ച് കളർ അങ്ങനെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ ഡാർക്ക്നെസ് ഇല്ലോടത്ത് ഇപ്പം സൺ ടാൻ വെച്ചിട്ട് നല്ല ഡാർക്ക്നെസ് ഉണ്ട്. സോ ആ കുറച്ച് ഡാർക്ക്നെസ് ഉള്ള സ്ഥലങ്ങളിൽ പീച്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കെ ബ്യൂട്ടിയുടെ പീച്ച് കളർ കറക്റ്ററാണ്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്ത പീച്ച് കെ ബ്യൂട്ടിയുടെ കളർ കറക്റ്ററാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
കിട്ടുന്നതാണ് കേട്ടോ. സോ ബേസ് നമ്മളുടെ മെയിനായിട്ട് വരുന്നത് 3 സാധനങ്ങൾ വെച്ചിട്ടാണ്. പ്രൈമർ, ദെൻ ഫൗണ്ടേഷൻ, പിന്നെ കൺസീലർ അല്ലെങ്കിൽ കളർ കറക്റ്റർ ആൻഡ് കൺസീലർ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് കളർ കറക്റ്റർ ആവശ്യമില്ലാത്ത സ്കിന്നാണെങ്കിൽ കളർ കറക്റ്റർ നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് കൺസീലർ അത്യാവശ്യം കവറേജ് ഉള്ള കൺസീലർ തന്നെ മതിയാവും. സ്കിൻ ടോൺ പല സ്ഥലങ്ങളിലും പല കളറാണെങ്കിൽ ഒരിക്കലും ഫൗണ്ടേഷൻ വെച്ചിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു നീഡ് ഞാൻ കുറച്ചുകൂടെ കൺസീലർ അപ്ലൈ ചെയ്യാണ്, കാരണം കഴുത്തിലും അപ്ലൈ ചെയ്യണം. അതേപോലെ കുറച്ച് അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിൻ്റെ അടുത്തും അപ്ലൈ ചെയ്യാനുണ്ട്. ആൻഡ് ബാക്കിയുള്ളത് നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഏകദേശം ഒരു ഷെയ്ഡ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കഴുത്ത് ഭയങ്കര ഡാർക്കാണ് കേട്ടോ, കമ്പയറിങ് ടു മൈ ഫേസ് ആൻഡ് അതർ പാർട്ട്. സോ ബ്ലെൻഡിങ് ഇസ് ദ കീ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. So already done the foundation steps done ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൺസീലർ ആണ്. സോ നിങ്ങൾക്ക് ഏത് കൺസീലറും യൂസ് ചെയ്യാം, നിങ്ങളെ സ്കിൻ ടോണിന് ചേരുന്ന കൺസീലർ യൂസ് ചെയ്യാം. ഒരു 1 ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഭയങ്കര ലൈറ്റ് ആവാൻ പാടില്ല. 1 or 2 ഷെയ്ഡ് ലൈറ്റ് ആയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്കിൻ ടോണിൻ്റെ ഷെയ്ഡാണ് നല്ലത്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസേ ഇല്ല, നല്ല സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് 1 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള 1 ഷെയ്ഡ് or 2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലറും യൂസ് ചെയ്യാം. കൺസീലർ എന്ന് പറഞ്ഞാൽ തന്നെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. സോ കൺസീലർ അത്യാവശ്യം കവറേജ് ഉള്ളതാണ് നല്ലത്. I'm blending once again with Pack S Jovita brush. ഇതിപ്പോൾ ഒന്നും കൂടി അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കൊടുക്കുക. ഇപ്പം കൺസീലർ ബ്രഷ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ദിസ് എ ഗുഡ് ബ്രഷ് ബൈ ദ വേ. ഇത് ഞാൻ അന്ന് അവർ ഇറക്കിയ ടൈമിൽ വാങ്ങിയതാണ്. ഇപ്പോൾ നല്ല ക്വാളിറ്റിയാണ് ഈ ബ്രഷിന്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഫേസ് സെറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഷാർലറ്റ് ഷിൽബറിയുടെ പൗഡറാണ്. ഇത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയും നല്ല ഒരു പൗഡറാണ് കേട്ടോ. നിങ്ങളുടേത് ഡാർക്ക്, എൻ്റെ ഷെയ്ഡ് വരുന്നത് മീഡിയമാണ്. സോ ഇതങ്ങനെ കേക്കിയോ ഒന്നും ആവില്ല ഈ ഒരു ഇത് വെച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. മോസ്റ്റ് ഓഫ് ദ പൗഡർ നമ്മൾക്കൊരു കേക്കിനെസ് ഫീൽ ചെയ്യും. അതേപോലെ ഡ്രൈ സ്കിന്നൊന്നും ചേരാത്തൊരു പൗഡേഴ്സാണ്. ബട്ട് ഈ ഒരു പൗഡർ ഡ്രൈ സ്കിന്നും ചേരുന്ന ഒരു പൗഡറാണ്. നമുക്ക് കോൺട്രിങ് ചെയ്യാം. കോൺട്രിങ് ചെയ്യുന്നത് ഫ്ലോർമൻ്റെ ഒരു കോൺട്രി വെച്ചിട്ടാണ്. കോൺട്രി എപ്പോഴും ഒരു കൂൾ അണ്ടർ ടോണിലുള്ളതായിരിക്കണം, അപ്പോഴാണ് നമുക്കൊരു കോൺട്രിങ് ഫീൽ വരുള്ളൂ. ഇപ്പോൾ നമ്മളുടെ സ്കിന്നൊക്കെ നല്ല തടിച്ചിട്ടാണെങ്കിൽ അതൊന്ന് സ്ലിം ആയിട്ടുള്ള ഫീൽ ചെയ്യാനൊക്കെയാണ് കോൺട്രി യൂസ് ചെയ്യുന്നത്.
കോൺട്രി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഓരോ ഫേസ് ടോണിന് ഓരോ ടൈപ്പ് കോൺട്രാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷേപ്പ് അല്ല സ്പേസിൻ്റെ ഒക്കെ ഷേപ്പിനനുസരിച്ച്. ഇപ്പോൾ എൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഫേസാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺട്രാണ് ഞാൻ ചെയ്യേണ്ടത്. അതേപോലെ ഓരോരുത്തർക്കും സ്ക്വയർ ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ കോൺട്രിങ് ടെക്നിക്സ് ഉണ്ടാവും. സോ അത് വെച്ചിട്ടാണ് നിങ്ങൾ കോൺട്രി ചെയ്യേണ്ടത്. ദെൻ ഐ എം യൂസിങ് എ കോണ്ടോ ബ്രോൺസർ പൗഡറാണ്. ബഹാമ മാമയുടെ ബ്രോൺസർ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രോൺസർ എന്തിനാന്ന് വെച്ചാൽ ഒരു ബ്രോൺസി സൺകിസ്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോൺ അധികം ബ്രോൺസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. ഞാൻ ബ്ലഷിന് പകരം ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്, ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ബ്രൗണിഷ് പീച്ച് ഷെയ്ഡാണ്. ഇതെന്താ ലിപ്സിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല ഈ ഷെയ്ഡ്. ആക്ച്വലി എൻ്റെ ഒരു സ്കിൻ ടോണിന് ഈ ഷെയ്ഡ് മാച്ചിങ് അല്ല. സോ ഐ തോട്ട് ഇത് നമുക്കൊരു ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഫോമുല വൈസ് ഓൾസോ ഒന്ന് ബ്ലഷിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോമുലയാണിത്. So I'm using it as blush. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 47 ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് അവരെനിക്ക് എന്തോന്ന് അവരയച്ചു തന്നതാണ്. എന്തോന്ന് വിൻ ചെയ്തിട്ട് അവരുടെ എന്തോ ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വിൻ ചെയ്തതുകൊണ്ട് അവർ അയച്ചു തന്നതാണ് ഒരു പ്രൊഡക്റ്റ് ഫ്രം. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു പീച്ച് ബ്രൗൺ ഷെയ്ഡാണ്. ഇനി നമുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് ഷാർലറ്റ് ടിൽബറിയുടെ ഹൈലൈറ്ററാണ്. ഇപ്പോൾ ആരും ഭയങ്കര കൂടുതലുള്ള ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഒരു ചെറിയ സട്ടിലായിട്ട് ഒരു ഗ്ലോ ഫ്രം വിത്തിൻ എന്ന് പറയുന്ന ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുക. സോ ഞാൻ പണ്ടേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനൊക്കെ പറ്റുന്നൊരു ഇത് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്ററും ആയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര ചെറിയൊരു ഗ്ലോവേ തരുള്ളൂ കേട്ടോ, ഭയങ്കര ഹ്യൂജ് ഗ്ലോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ടല്ലേ, ആ ഒരു ഗ്ലോ മാത്രമേ ഇത് തരുള്ളൂ. നല്ല ഗ്ലോ വേണമെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ലെറ്റ്സ് ഫിൽ അവർ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് പ്രിസൈസ് മൈ ബ്രോ പെൻസിൽ ബെനിഫിറ്റിൻ്റെ ആണ്. എന്നിട്ട് നിങ്ങളുടെ ഐബ്രോസ് ഷേപ്പിനനുസരിച്ച് നിങ്ങൾ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഐബ്രോ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐബ്രോ പോമേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ കാക്കി ഹെയ്സ് പാലറ്റാണ്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. സോ ഒന്നും കൂടി ഞാൻ കാണിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ലിഡിലൊക്കെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് കുറച്ചൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കാനും ചെറിയൊരു ഗ്ലിറ്ററി ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാനൊരു ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് സെൻറ്റർ വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ കണ്ണിലും അതേപോലെ ജസ്റ്റ് ഒരു ഗോൾഡൻ
ഷെയ്ഡ് ഡ്രസ്സിന് കുറച്ച് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇനി അതേപോലെ പെൻസിൽ ബ്രഷ് വെച്ചിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് തായം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് NYBയുടെ ലിക്വിഡ് മെയ്റ്റ് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാം. ലെറ്റ്സ് ലൈൻ. So I lined with this liner. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. Just doing the lining. നമ്മൾ കീറോ ബ്യൂട്ടിയുടെ നട്ട്മക് ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഈ ഒരു ലുക്കിൽ യൂസ് ചെയ്യുന്നത്. And I'm using Pat McGrath Lab mascara. മസ്കാര എപ്പോഴും യൂസ് ചെയ്യുന്നതിനോടുള്ളൊരു എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം കണ്ണിൻ്റെ മേക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഒരു പെർഫെക്ഷൻ കിട്ടും നമ്മൾ മസ്കാര യൂസ് ചെയ്യുകയാണെങ്കിൽ. Just setting everything on position. മെയിൻലി ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ റിമൂവിങ്. ഇനി നമുക്ക് ഹെയറും അതേപോലെ കുറച്ച് ആഭരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ജസ്റ്റ് വെയിറ്റ്. അങ്ങനെ ഹെയർ ഒന്ന് ഫിക്സ് ചെയ്യാണ്. BB ലാൻഡിൻ്റെ ഒരു ഹെയർ പിക്സർ വെച്ചിട്ടാണ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബിഫോർ സ്ട്രെയിറ്റനിങ് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഇന്ത്യൻ ലുക്കിൻ്റെ ഒരു ഹെയർ ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഐ വിൽ കം ബാക്ക്. സോ ദിസ് ഈസ് ദ ഫിനിഷ്ഡ് ലുക്ക്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.